നമസ്കാരം. ഇന്ന് വളരെ വിശേഷപ്പെട്ട ദിവസമാണ്. കാരണം ഇന്ന് അമാവാസി അഥവാ കറുത്ത വാവാകുന്നു. എന്നാൽ ഇന്നേ ദിവസം വളരെ പ്രധാനപ്പെട്ട ഈ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് തൊടുകുറിയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. അതിനായി ഏവരും ചെയ്യേണ്ടത് തന്നിരിക്കുന്നതായ ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക എന്ന കാര്യമാണ്. ഇതിൽ ആദ്യത്തെ ചിത്രമായി പരാമർശിക്കുന്നത് സാക്ഷാൽ പരമശിവന്റെ ചിത്രമാകുന്നു. രണ്ടാമത്തെ ചിത്രം ഭദ്രകാളി ദേവിയുടെ ചിത്രമാകുന്നു. ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഇന്ന് അമാവാസിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഏവരും കണ്ണുകൾ ഒരു നിമിഷം അടച്ച് ഇഷ്ടദേവതയെ മനസ്സുരുകി പ്രാർത്ഥിച്ച് ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന ആ ദുരിതങ്ങളും കഷ്ടതകളും ഒഴിയണം എന്ന് പ്രാർത്ഥിച്ച് പതുക്കെ കണ്ണുകൾ തുറന്ന് ആദ്യം കാണുന്ന ചിത്രം തിരഞ്ഞെടുക്കുക. ഏവരും കണ്ണുകൾ അടച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കുക. ഏവരും പ്രാർത്ഥിച്ചു എന്നാണ് കരുതുന്നത്. കണ്ണുകൾ തുറന്ന് തന്നിരിക്കുന്ന ആ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ഒരു ചിത്രം ഏവരും തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. ഏവരും കമന്റ് ബോക്സിൽ അമ്മേ ശരണം എന്നോ ഓം നമഃശിവായ എന്നോ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ അമാവാസ്യ പൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യത്തെ ചിത്രമായ പരമശിവനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ്. ഈശ്വരാധീനം, ഈശ്വര ചൈതന്യം കൂടുതലായുള്ള വ്യക്തികളാണ് ഇവർ എന്ന് തന്നെ പറയാം. അതുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ പല അവസരങ്ങളിലും ജീവിതത്തിൽ വന്ന് ചേർന്നിട്ടുള്ളവരാണ് നിങ്ങൾ. ഇന്നേ ദിവസം ഇത്തരത്തിൽ ഈശ്വര കടാക്ഷം വർദ്ധിച്ചിരിക്കുന്നതിനാൽ തന്നെ അനുകൂലമായ ഒരു കാര്യമെങ്കിലും സംഭവിക്കാൻ സാധ്യത കൂടുതലാണ് എന്ന് പറയാം. കർമ്മഫലത്താൽ പലവിധ ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ. എന്നിരുന്നാൽ പോലും ഇന്നേ ദിവസം ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ വന്ന് ചേരുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ജീവിതത്തിൽ പല രീതിയിലുള്ള തടസ്സങ്ങൾ, പ്രയാസങ്ങൾ നിങ്ങൾക്കുണ്ട്. എന്നിരുന്നാൽ പോലും അത് മറികടക്കുവാനും ഈശ്വരാനുഗ്രഹത്താൽ ഇന്നേ ദിവസം അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ആദരവ്, സ്വീകാര്യത തുടങ്ങിയ കാര്യങ്ങൾ ലഭിക്കുവാൻ സഹായകരമായ കാര്യങ്ങൾ ചെയ്യുന്നതാകുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാനുള്ള അവസരങ്ങൾ പോലും വന്നു ചേരാം എന്ന കാര്യം ഓർക്കുക. സാമ്പത്തികപരമായ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായും ഇന്നേ ദിവസം സാമ്പത്തികപരമായ അല്പം ഉയർച്ചയ്ക്ക് അല്ലെങ്കിൽ അനുകൂലമായ ചില കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാകുന്നു. ഇന്നേ ദിവസം ധനം കൈകളിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. ഇനി അഥവാ നിങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ വളരെ പ്രിയപ്പെട്ട വ്യക്തികൾക്കും കുടുംബാംഗങ്ങൾക്കും ഇത്തരത്തിലുള്ള ധനപരമായ നേട്ടങ്ങൾക്കുള്ള സാധ്യതയും വന്നു ചേരാം. കൂടാതെ ഈ സമയം ഈശ്വരാരാധനയാൽ പെട്ടെന്ന് തന്നെ ഇന്നേ ദിവസം മാറ്റങ്ങൾ പോലും വന്നു ചേരാം. ഇന്നേ ദിവസം ധന ഇടപാടുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കും. എന്നിരുന്നാൽ പോലും ശ്രദ്ധ പുലർത്തിയില്ല എങ്കിൽ ധനപരമായ നഷ്ടങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ വർദ്ധിക്കും എന്ന കാര്യം ഓർക്കുക. അതല്ല എങ്കിൽ നഷ്ടങ്ങൾ പോലും സംഭവിക്കും എന്ന കാര്യം ഓർക്കുക. പല വ്യക്തികളെയും വിശ്വസിക്കുന്നത് മൂലം നിങ്ങൾക്ക് പല രീതിയിലുള്ള ചതി സംഭവിക്കാനുള്ള സാധ്യതകളുമുണ്ട്. അതിനാൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കുന്നത് ഈശ്വരകടാക്ഷം നിങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നതിനാലാണ് എന്ന കാര്യം ഓർക്കുക. സാമ്പത്തികപരമായ പ്രയാസങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ ധനപരമായ അല്പം ഉയർച്ചയ്ക്കുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ഈ സമയം പലപ്പോഴും അധ്വാനിച്ചതായ പണത്തേക്കാൾ കൂടുതലായി പണം ലഭിക്കാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു. ജീവിതത്തിൽ ഇപ്പോൾ കഷ്ടതകളുണ്ട്. എന്നിരുന്നാൽ പോലും
അത് മാറുന്നതുമായി ബന്ധപ്പെട്ട് ചില സൂചനകൾ ലഭിക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന കാര്യവും ഓർക്കുക. പിന്നീട് ധനപരമായ ഉയർച്ച, സന്തോഷം തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് അതുമൂലം കടന്നു വരും എന്ന കാര്യവും ഓർക്കുക. മറ്റുള്ളവരെ വളരെയധികം ഇഷ്ടപ്പെടുന്നവരും അവർക്ക് വേണ്ടി പല കാര്യങ്ങളും അവർക്ക് അനുകൂലമാക്കുവാനായി ചെയ്യുന്നവരാണ് നിങ്ങൾ. എന്നാൽ തീർച്ചയായും ഇന്നേ ദിവസം അത്തരത്തിൽ മറ്റുള്ളവരെ സഹായിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. എന്നാൽ വളരെ വേണ്ടപ്പെട്ട വ്യക്തികളിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരിൽ നിന്നോ തീർച്ചയായും ഇന്നേ ദിവസം ചില ദോഷകരമായ കാര്യങ്ങൾ പോലും സംഭവിക്കാം. തിരിച്ചടി ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ തന്നെ ഇന്നേ ദിവസം അല്പം ശ്രദ്ധയോടെ എല്ലാ കാര്യങ്ങളെയും സമീപിക്കുക എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതാകുന്നു. ഇന്നേ ദിവസം പല വ്യക്തികൾക്കും സഹായങ്ങൾ ചെയ്യുവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ കുടുംബത്തിൽ കലഹങ്ങളുണ്ട്, തർക്കങ്ങളുണ്ട് എങ്കിൽ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഇന്നേ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പല കാര്യങ്ങളും അത് നിങ്ങൾക്ക് ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ സാധിച്ചില്ല എന്ന വിഷമങ്ങൾ വന്നു ചേരാം. എന്നാൽ ഇന്നേ ദിവസം തീർച്ചയായും നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പ്രധാനമായും അനുകൂലമാകുവാനും ശോഭിക്കുവാനും സാധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് പോസിറ്റീവായ പല ചിന്തകളും കടന്ന് വരാവുന്നതുമാണ്. പങ്കാളിയുമായി ബന്ധപ്പെട്ട് ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. ഭാഗ്യം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന കാര്യം ഓർക്കുക. എന്നാൽ ഇന്നേ ദിവസം ശ്രദ്ധിച്ചില്ല എങ്കിൽ ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരാം. സാമ്പത്തികപരമായ ക്ലേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അതിനാൽ ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക. ഇന്നേ ദിവസം ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ തന്നെ പല കാര്യങ്ങളിലും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ഇന്നേ ദിവസം തീർച്ചയായും നിങ്ങൾ ഇരിക്കുന്ന ഇടത്തേക്ക് ധനം തേടി വരാം. അതിന് അനുകൂലമായ കാര്യങ്ങൾ ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ വന്നു ചേരാം. എന്നാൽ ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാകുന്നു. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം ലഭിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കർമ്മരംഗവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. കൂടാതെ ഇന്നേ ദിവസം സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് മനസ്സിന് സന്തോഷം പകരുന്ന ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാകുന്നു. തീർച്ചയായും ഇന്നേ ദിവസം നിങ്ങൾക്ക് അനുകൂലമാണ് സമയം എന്ന് തന്നെയാണ് പരാമർശിക്കുവാൻ സാധിക്കുക. നിങ്ങളുടെ മനസ്സിൽ വന്നു ചേർന്നിട്ടുള്ളതായ വിഷമങ്ങളുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് തന്നെ മാറ്റങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. ഇന്നേ ദിവസം പല പരിഹാരങ്ങളും മനസ്സിൽ തെളിയുവാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ ഇന്നേ ദിവസം നിങ്ങൾ പരിശ്രമിക്കുകയാണ് എങ്കിൽ നേട്ടങ്ങൾ വന്നു ചേരും. എന്നാൽ ഇന്നേ ദിവസം നിങ്ങളുടെ ഒപ്പമുള്ളവർക്കും നേട്ടങ്ങൾ വന്നു ചേരാം. അതായത് കുടുംബാംഗങ്ങൾക്കും നേട്ടങ്ങൾക്കുള്ള സാധ്യതകൾ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർക്ക് നേട്ടങ്ങൾക്കുള്ള സാധ്യതയും കൂടുതലാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അനുകൂലമാണ് സമയം. ഇന്നേ ദിവസം തീർച്ചയായും പരമശിവനെ ആരാധിക്കുന്നതും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്തെ ചിത്രമായ സാക്ഷാൽ ഭദ്രകാളി ദേവിയെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. ഏകാഗ്രത വർദ്ധിപ്പിക്കുവാൻ സഹായകരമായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. തീർച്ചയായും മനസ്സിനെ ഒരു കാര്യത്തിലും ഉറപ്പിക്കുവാൻ സാധിക്കാത്തതായ പ്രശ്നം നിങ്ങൾക്കുണ്ട് എങ്കിൽ അത് പരിഹരിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. ഇന്നേ ദിവസം പല കാര്യങ്ങളും ചിന്തിച്ച് അത് എപ്രകാരം പ്രവർത്തിക്കണം തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ അല്ലെങ്കിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ, മനക്ലേശങ്ങളുണ്ട്. അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ശാരീരികപരമായ ക്ലേശങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ അത്തരം ക്ലേശങ്ങൾ പരിഹരിക്കുവാൻ സഹായകരമായ കാര്യങ്ങൾ ഇന്നേ ദിവസം ചെയ്യുവാൻ സാധിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ശത്രുക്കളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പല ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരും. എന്നിരുന്നാൽ പോലും ഇന്നേ ദിവസം പല കാര്യങ്ങളും ഫലപ്രദമായി തന്നെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. സാമ്പത്തികപരമായ നേട്ടങ്ങൾ, ഉയർച്ച വന്നു ചേരും. പോസിറ്റീവായ ചിന്ത ഇന്നേ ദിവസം നിങ്ങളുടെ മനസ്സിൽ നിറയുവാൻ സഹായകരമായ കാര്യങ്ങൾ വന്നു ചേരും. സാമ്പത്തികപരമായ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ അത്തരം പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിന്നും ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ
അല്ലെങ്കിൽ സാമ്പത്തികപരമായ നേട്ടങ്ങൾക്ക് സഹായകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ഭാവിയിൽ നിങ്ങൾക്ക് അനുകൂലമായേക്കാവുന്ന പല കാര്യങ്ങളും ഇപ്പോൾ ചെയ്യുവാനോ അത്തരത്തിൽ അനുകൂലമായ കാര്യങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കുവാനോ സാധിക്കും. നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹങ്ങളുണ്ട് എങ്കിൽ ആ ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. ആഗ്രഹം നടക്കും എന്ന് തന്നെയാണ് ഫലം. അതിനാൽ ഇന്നേ ദിവസം ചില അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. ആഗ്രഹവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. കർമ്മരംഗവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന പല രീതിയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. കർമ്മരംഗത്ത് അനുകൂലമായ ഫലങ്ങൾ ഈ സമയം വന്ന് ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. സാമ്പത്തികപരമായ ഉയർച്ച, നേട്ടങ്ങൾ എന്നിവയ്ക്ക് സാധ്യത കൂടുതലാകുന്നു. കാര്യങ്ങൾ അഥവാ സാമ്പത്തികപരമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. അനുകൂലമായി തന്നെ പ്രവർത്തിക്കുവാൻ സാധിക്കും. വിദ്യയിൽ പ്രധാനമായും ശ്രദ്ധിക്കുക എന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു. അനുകൂലമായ ഫലങ്ങൾക്ക് സാധ്യതയുണ്ട്. അത് ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ട സമയമാണ് എന്ന കാര്യം മനസ്സിൽ ഓർത്തു വയ്ക്കുക. അതിനാൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ വിധിയിൽ നിങ്ങൾക്ക് ഉയർച്ച നേടുവാൻ സാധിക്കും. അനാവശ്യമായ ഭയം പലപ്പോഴും ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യത കൂടുതലാകുന്നു. എന്നാൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരുന്നതായ കാര്യങ്ങൾ ആത്മബലം വർദ്ധിപ്പിക്കുന്നതിലൂടെ നിങ്ങൾക്ക് തടയുവാൻ സാധിക്കും. അതിനാൽ ഇന്നേ ദിവസം തീർച്ചയായും പരമശിവനെയും ഭദ്രകാളി ദേവിയെയും ആരാധിക്കുന്നതിലൂടെ മനസ്സിൽ നിന്നും ഭയത്തെ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെയാണ് ഫലം. കൂടാതെ ഈശ്വരാധീനം നിലനിർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ തന്നെ ജീവിതത്തിൽ മാറ്റങ്ങൾക്കുള്ള സാധ്യതകൾ ഇന്നേ ദിവസം വന്നു ചേരാം. കൂടാതെ ജയിക്കുവാൻ സാധിക്കുന്നതായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു. മനസ്സിന് സന്തോഷം പകരുന്നതായ ചില കാര്യങ്ങൾ, ശുഭകരമായ വാർത്തകൾ, ശുഭകരമായ കാഴ്ചകൾ ഇന്നേ ദിവസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതുമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് ഉയർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്നത്, അത് എപ്രകാരം ഒഴിവാക്കണം എന്നീ കാര്യങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കുവാനും നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാനും ഇന്നേ ദിവസം സാധിക്കും. അതിനാൽ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചിന്തകൾ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ കൊണ്ടുവരുന്നതിന് സഹായകരമായി തീരും. നെഗറ്റീവായ ചിന്തകൾ പലപ്പോഴും നിങ്ങളുടെ മനസ്സിൽ നിറയുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ സാധിക്കും എന്ന് തന്നെയാണ് ഫലം. തീർച്ചയായും പോസിറ്റീവായ ചിന്തകൾ മനസ്സിൽ നിറയ്ക്കുവാൻ സാധിക്കും. അർഹമായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടമായിട്ടുണ്ട്. എന്നാൽ പല കാര്യങ്ങളും ഈ സമയം നിങ്ങൾക്ക് സ്വന്തമാക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഈ സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ് എന്ന് തന്നെ പറയാം. ഏറ്റവും അധികം പല കാര്യങ്ങളും നേടുവാൻ സാധിക്കുന്ന വ്യക്തികളായി നിങ്ങൾ മാറും. അത് സാമ്പത്തികപരവും പല രീതിയിലുള്ള നേട്ടങ്ങളുമാകാം. മറ്റുള്ളവർക്ക് നല്ല കാര്യങ്ങൾ ഇന്നേ ദിവസം ചെയ്യുവാൻ സാധിക്കും. കലഹ സാധ്യതകളുണ്ട് എങ്കിലും അത് മുൻകൂട്ടി കണ്ട് ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കുക. ഏത് കാര്യവും ഇന്നേ ദിവസം നിങ്ങൾക്ക് നിയന്ത്രിക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക. തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ സമയമാണ്. ഇന്നേ ദിവസം അമ്മയെ ആരാധിച്ച് പരമശിവനെ ആരാധിച്ച് മുന്നോട്ട് പോവുക.